ഒന്ന് മരുന്നുകൾ, ആയുർവേദമായാലും അലോപ്പതി ആയാലും ഹോമിയോ ആണെങ്കിലും അത് ഡോക്ടർമാരെ കാണാതെ കഴിക്കരുത്. 2 ഫുഡ് പോയ്സണിങ്, പ്രത്യേകിച്ചും ഓർഗാനോ ഫോസ്ഫറസ് പോയ്സണിങ്. നമ്മുടെ പച്ചക്കറികളിലുള്ള വിഷാംശങ്ങൾ, പച്ചക്കറികളിലുള്ള വിഷാംശങ്ങൾ നിസ്സാരമല്ല, പ്രത്യേകിച്ച് ഗർഭിണികൾക്ക്. അതുകൊണ്ട് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള കൃഷിരീതികൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ സാധാരണക്കാർക്കും ലഭ്യമാകുന്ന രീതിയിൽ വില കുറച്ച് കൊടുക്കാനുള്ള സാമൂഹിക പ്രതിബദ്ധത ഇന്നത്തെ ജനതയ്ക്ക് ഉണ്ടാകണം. എല്ലാവർക്കും ഒരു സമത്വം വേണമല്ലോ. അപ്പോൾ നല്ല പച്ചക്കറികൾ, വിഷമില്ലാത്ത പച്ചക്കറികൾ, ഈ വിഷാംശം അതിൻ്റെ തോതനുസരിച്ച് പലതരത്തിൽ ആംബിയോട്ടിക് ദ്രാവകത്തിന് കെമിക്കൽ ചേഞ്ചസ് വരുത്തുമെന്ന് പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത്, ഇതൊക്കെ കുട്ടിക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ത്വക്ക് രോഗങ്ങളാണ്. സോറിയാസിസ്, സ്കിൻ ക്യാൻസർ. പിന്നെ ചില കുട്ടികൾ 9 വയസ്സ് മുതൽ 13 വയസ്സിനുള്ളിൽ തന്നെ മൂക്കിനകത്ത് വലിയൊരു പുറ്റ് പോലത്തെ ചില പാപ്പലോമാസ്. പിന്നെ കുട്ടികൾക്ക് നാക്കിലുണ്ടാകുന്ന ക്യാൻസർ, കുട്ടികൾക്കുണ്ടാകുന്ന ലുക്കീമിയ പോലെ രക്താർബുദങ്ങൾ. ഇതൊക്കെ ഈ ഗർഭിണി ഇത്തരം വിഷാംശമുള്ള പച്ചക്കറികൾ അതിൻ്റെ തോത് കുറയുന്നത് കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ. പിന്നെ പലപ്പോഴും നിങ്ങൾക്കൊക്കെ ഇപ്പോൾ പല അവയർനെസ് കൊടുക്കുന്നുണ്ട്, തലേന്ന് നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ ചിലർ ചെയ്യുന്നുണ്ട്, ചിലർ അതും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെ എത്രത്തോളം കരൾ നിർവീര്യമാക്കി അതാണ് നമ്മുടെ ഭാഗ്യം. ആ കരളിൻ്റെ ശക്തിയാണ് ഇവിടെ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ പോകുന്നത്. ഇനി അവസാനമായിട്ട് ബീജദോഷങ്ങൾ, സ്ത്രീ ബീജം പുരുഷ ബീജത്തിനും ഉണ്ടാകുന്ന ബീജദോഷങ്ങൾക്ക് ഇവിടെയും പ്രധാന കാരണം വീണ്ടും മരുന്നുകളാണ്. 2, ഇതിനു മുമ്പ് എന്തെങ്കിലും അപകടങ്ങൾ, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വീഴ്ചയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരം രോഗങ്ങളുണ്ടാകാം, ബീജദോഷങ്ങളുണ്ടാകാം. പിന്നീട് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ഒരു സൈഡ് എഫക്റ്റായിട്ട് ചിക്കൻ ബോക്സ്, മംസ് പോലെയുള്ള രോഗങ്ങളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് ബീജദോഷങ്ങൾ ഉണ്ടാകാം. ഇതിൽ നിന്നും ഉണ്ടാകാൻ സാധ്യത കുട്ടികൾക്ക് കൂന് പോലെയുള്ള രോഗങ്ങളാണ്. സ്പൈനൽ കോഡിൻ്റെ വളവ്, നമ്മുടെ നട്ടലിൻ്റെ വളർച്ച കുറയുക, അസ്ഥികൾ ശോഷിച്ചു പോവുക, വിറ്റാമിൻ ഡി അക്സെപ്റ്റൻസ്, ബയോ അവൈലബിലിറ്റി കുറഞ്ഞിട്ട് കുട്ടികൾക്ക് അസ്ഥി വൈകല്യങ്ങളും നടക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെടുക. ഇതൊക്കെ ഈ ബീജദോഷങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ബീജദോഷങ്ങളുടെ അപ്പം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനൊക്കെ കാരണം ആരാണ്? നമ്മുടെ സമൂഹം തന്നെയാണ്. നമ്മുടെ സമൂഹമാണ് ഇതിനെല്ലാം കാരണം. ഇനി വാക്സിനേഷനെ കുറിച്ചോ അതിൻ്റെ മറ്റ് അനന്തരഫലങ്ങളെ കുറിച്ചോ ഞാൻ പറയാൻ ആളല്ല. അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക, എത്രത്തോളം വാസ്തവം അതിനുണ്ട് എന്ന്. ബാക്കി ഞാൻ പറഞ്ഞ മറ്റ് കാരണങ്ങളെല്ലാം ഉണ്ടാകാൻ പ്രധാന കാരണം സമൂഹം തന്നെയാണ്. സമൂഹത്തെയാണ് മാറ്റേണ്ടത്. ഇന്നലെ വരെ ഞാൻ ഉൾപ്പെട്ട സമൂഹം ഇത് മാറ്റിയിട്ടില്ല, മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുമില്ല. വെറുതെടുത്ത് വെച്ച് കാണാമെന്ന് അങ്ങോട്ട് പോവുകയാണ്. നിങ്ങളുടെ തലമുറ, നിങ്ങൾ വളർന്നു വന്ന് നിങ്ങളുടെ ആധിപത്യം ഈ ലോകത്ത് സ്ഥാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ശക്തമായ സന്ദേശം, കൂട്ടായ്മയോട് കൂടി നിങ്ങൾ കൊടുക്കേണ്ട ശക്തമായ സന്ദേശം ഇതായിരിക്കട്ടെ: എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം ലഭിക്കട്ടെ എന്ന് ഒരു ചിന്ത നിങ്ങളുടെ മനസ്സുകളിൽ വരാൻ ദൈവം ഒരു അവസരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത